പിറക്കുവാൻ ഉണ്ണി നീ വായു, ബേഥലെ മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹെബ്രായ ലേഖനം 9-ാം അധ്യായം വാക്യം, ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹെബ്രായ ലേഖനത്തിൻ്റെ കടുകട്ടി വാക്യമാണ്. ഹെബ്രായ ലേഖനത്തിലെ കടുകട്ടി വാക്യമാണിത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യ കൂടാരം നിലനിൽക്കുന്നിടത്തോളം. യഹൂദ ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ച് യാഹോവ പറഞ്ഞു കൊടുക്കുന്ന സമയത്തെക്കുറിച്ചാണിത്. എന്നിട്ട് ഹെബ്രായ ലേഖനത്തെ എടുത്തു പറയുക, ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യ കൂടാരം നിലനിൽക്കുന്നിടത്തോളം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം രണ്ട് കൂടാരമുണ്ട്, ഒരു ഭൗമ കൂടാരവും ഒരു ദൈവ കൂടാരവും. ഞാൻ വെറും ഭൗമ കൂടാരത്തിൽ, എൻ്റെ കാണപ്പെടുന്ന കൂടാരത്തിൽ, എനിക്കിഷ്ടമുള്ള കൂടാരത്തിൽ, എനിക്ക് ആനന്ദിക്കാവുന്ന ആഘോഷങ്ങളുടെ കൂടാരത്തിൽ ഒതുങ്ങുമ്പം പരലോക ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ദൈവിക സാന്നിധ്യത്തിലേക്ക്, മധുബഹയിലേക്ക്, ഉന്നതൻ്റെ അടുത്തേക്ക്, ശ്രീകോവിലേക്ക് ഒരു പാത കാണാതെ നാം കഷ്ടപ്പെട്ടു പോകും. ഇന്നും അനേകരുടെ ഭാരം ഇതാണ്. ഈ ഭൗമ കൂടാരത്തിൽ, ആദ്യ കൂടാരത്തിൽ ഒതുങ്ങുന്നത് കൊണ്ട് മനസ്സിൻ്റെ ഭാരവും സങ്കടവുമായി ഇവിടെ അങ്ങ് ഒതുങ്ങിത്തീരുന്നു. ശ്രീകോവിലിൻ്റെ അറ്റം പോലും കാണുന്നുമില്ല, അങ്ങോട്ടേക്കൊരു പാതയുമില്ല. ഒരു സ്വർഗരാജ്യത്തിൻ്റെ പ്രതീക്ഷ മങ്ങിയുള്ള മടുത്ത ജീവിതം കൊണ്ട് ഡിപ്രസ്ഡായി തീർന്നു പോകുന്നു. നമുക്ക് ഈ ഭൗമകൂടാരത്തെ പൊട്ടിച്ച് ശ്രീകോവിലേക്കുള്ള പാത തുറക്കാൻ രണ്ടാമത്തെ കൂടാരത്തിലേക്കൊന്ന് കാലെടുത്ത് വയ്ക്കാം. ആമേൻ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രം 16ാമത് സീനിയർ സിറ്റിസൺ ധ്യാനം ഒരുക്കുകയാണ്. 15 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി കരിമേഘങ്ങൾ നിറഞ്ഞ മനസ്സുമായി വന്ന് മഴവില്ല് പോലെ മടങ്ങിപ്പോയ അനേകം മാതാപിതാക്കളുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ മുദ്രയായി വീണ്ടും 16ാം ധ്യാനം ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അപൂർവ സമ്മാനമാണിത്. ഡിസംബർ 16, 17, 18, 19 തീയതികളിൽ ഉള്ളിലൊരു അഭിഷേകവും പ്രചോദനവും വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ മുറികൾ ബുക്ക് ചെയ്യുക. സ്വാഗതം. ആമേൻ, ആമേൻ.